ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഫ്ലവർ ചെയ്യാൻ വന്നതാണ്. ഞാനിത് എൻ്റെ കൈമത്ത് മൈലാഞ്ചിയൊക്കെ പോയി ഗായ്സ് ഉള്ളത്തത് കുറച്ചുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ ആ ഭാഗം നമുക്ക് വേണ്ട ഭാഗം തന്നെ കേട്ടോ. ആ അടിയത്തെ ഭാഗം നമുക്ക് വേണ്ട, ഈ നമ്മുടെ അറ്റത്തത്തെ ഭാഗം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതൊന്ന് ചുരുട്ടിയിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ ചെയ്യുക. പിന്നെ വീഡിയോ എന്താ ഇടാതിരുന്നെന്ന് ചോദിച്ചാൽ ഇവിടെ ഗൈസ് ഫുള്ള് വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റൊന്നും കിട്ടണില്ലായിരുന്നു. വൈഫൈയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ വൈഫൈ കിട്ടണില്ലായിരുന്നു. അപ്പം നെറ്റ് വെച്ചിട്ട് ഞാൻ ഇടാൻ നോക്കി, പക്ഷെ അതെനിക്ക് പറ്റിയില്ല കേട്ടോ. ഫെയിൽഡ് എന്നാണ് കാണിച്ചിരുന്നത്. അപ്പം ഇന്ന് വൈഫൈ ഒക്കെ കിട്ടി. ഞാൻ ഇപ്പം കാണിക്കുന്ന പോലെയൊക്കെ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലത്തെ ഫ്ലവർ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അതിൽ എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ലത്. പക്ഷേ അതിന് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ കരുതി ഒന്നുകൂടി ഞങ്ങൾക്ക് നല്ല ശരിക്ക് നല്ല വൃത്തിക്ക് കാണിച്ചു തരാണ്. അത് അന്ന് ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്തോ മൊത്തം കൊളാവലായിരുന്നു കേട്ടോ. പിന്നെ അന്ന് വെറുതെ എന്തൊക്കെയോ കൂട്ടി വന്നപ്പം എനിക്ക് അങ്ങനെ ഫ്ലവർ കിട്ടിയതാണ്. അപ്പം ഞാൻ കരുതി അതത്ര പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് നല്ല ശരിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അടിയിൽ ലാസ്റ്റ് നമ്മളിതുപോലൊക്കെ നൂലൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വിടർത്തി വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതിലൊരു ഭാഗം മിസ്സാക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നൂല് കെട്ടിയത് ടൈറ്റ് ആവാത്തതുകൊണ്ടാണ് തോന്നുന്നു, ഒരൊറ്റ പോക്ക്. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിയിൽ നമുക്ക് വേണമെങ്കിൽ കമ്പിയൊക്കെ വെച്ചിട്ട് സ്റ്റെമ്മ് പോലൊക്കെ വെച്ചിട്ട് ഒറിജിനൽ ഫ്ലവറായി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.